ദേവിട്ട നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? എറോപ്ലെയിൻ അല്ല, അത് ഒരാഴ്ച കഴിഞ്ഞിട്ടും. ഇപ്പൊ നമ്മൾ പോകുന്നത് വൂലോങ്കോങ്ങിലോട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ചൈനീസ് ടെമ്പിൾ ആണ്. പോകുന്ന ചൈനീസ് ടെമ്പിളിന്റെ പേരെന്താ ദേവിട്ടി? ഇപ്പൊ പോകുന്ന ചൈനീസ് ടെമ്പിളിന്റെ പേര് ഫോഗ്വാൻ ഷാ നാൻ തീൻ ടെമ്പിൾ എന്നാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സിഡ്നിയിൽ ഇപ്പോൾ ജക്രാൻഡ സീസണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പർപ്പിൾ കളറുള്ള പൂക്കളൊക്കെ. ഇതിന് മുന്നേ ഞാനൊരു ചെറി ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റിൽ ഇവിടെ ചെറി ബ്ലോസത്തിൻ്റെ സീസണായിരുന്നു. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പിങ്ക് കളറുള്ള പൂക്കളുള്ള ട്രീ ആയിരുന്നു ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നവംബർ ആയപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയ പർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സുള്ള ട്രീസാണ്. ഇതന്നെയാണ് ജക്രാൻഡ സീസൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതും ജപ്പാൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, ചെറി ബ്ലോസം പോലെ തന്നെ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും പർപ്പിൾ കളറുള്ള പൂക്കളൊക്കെ ഉള്ള കാരണം കറക്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സീനറി തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള എൻട്രൻസ് നേരെ പഗോഡയിലോട്ടാണ്. അപ്പോൾ ആദ്യം പഗോഡയ്ക്കകത്താണ് നമ്മൾ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ അമ്പലത്തിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ബുദ്ധമതമാണ് കേട്ടോ, ബുദ്ധൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്രസ്സിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഷോർട്ട്സ് ഇടാൻ പറ്റില്ല, ലെഗിങ്സ് ഇടാൻ പറ്റില്ല, അതായത് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല. പിന്നെ ജീൻസൊക്കെ ഇടാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്തായിരുന്നു, പിന്നെ നമ്മുടെ കയ്യിൽ തൊപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ദേവുവിൻ്റെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ തന്നെ അവിടെ നോട്ടീസിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഹാറ്റ് അതൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് ചെരുപ്പൊക്കെ ഇടാം കേട്ടോ, അമ്പലത്തിനകത്ത് ചെരുപ്പൊക്കെ ഇട്ട് കയറാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെ എല്ലാവരും അവിടെ നമ്മളിപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന പോലെ ഇവിടെ ഞാൻ കണ്ടത് ചന്ദനത്തിരി കത്തിക്കലാട്ടോ. ഇവിടെ എല്ലാവരും അകത്ത് ചെന്ന് ചന്ദനത്തിരി വാങ്ങുന്നുണ്ടായിരുന്നു, പുറത്ത് കത്തിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. നല്ല രസമുള്ളൊരു അമ്പലമായിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ബീച്ചിലോട്ടാണ്. ദേവുവിന് ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് എന്നെപ്പോലെ തന്നെ ബീച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ട് ആണ് കേട്ടോ പെട്രോൾ അടിക്കുക. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ആരും അടിച്ചു തരുമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കാശ് അടയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ചോക്ലേറ്റും അങ്ങനെ നമുക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളിതാ ബീച്ചിൻ്റെ സൈഡിലെത്തി. അപ്പോൾ അവിടെ ആൾക്കാർ പാരാഗ്ലൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരു വിധത്തിലാണ് കേട്ടോ അവൾ ഇന്ന് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. പോരാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അടുത്ത ആഴ്ച കേരളത്തിലെത്തില്ലേ, അപ്പോൾ അവിടെയുള്ള എല്ലാ ബീച്ചിലും കൊണ്ടുപോകാം എന്നൊക്കെ ഓരോ പ്രോമിസ് കൊടുത്തിട്ടാണ് അവസാനം പോരാൻ തയ്യാറായത്. എന്നിട്ട് കാറിൽ കയറിയപ്പോഴേക്കും ആള് സൈഡായി നല്ല ഉറക്കമായി. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്ന കിയാമ ബ്ലോ ഹോൾ കാണാനായിട്ടാണ്. എന്താണ് ഇതേ വെള്ളം നല്ല തിരമാല ഉണ്ടാകുമ്പോൾ ഒരു ഹോളുണ്ട്, ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നല്ലോണം വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും. അതാണ് ബ്ലോ ഹോള്. ഇതാണ് കേട്ടോ ആ ബ്ലോ ഹോള്. ചെറിയൊരു ഹോള് പോലെ കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പുറത്തോട്ട് വരിക. പക്ഷെ അതിന് നല്ല തിരമാല അങ്ങനെ അടിക്കണം. നല്ല ശക്തിയിൽ അടിക്കുമ്പോഴാണ് തിരമാല വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്ത് വരാം. ഇത് ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ബ്ലോ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പുറത്ത് വരുന്നുണ്ടോയെന്നറിയാം. ഞങ്ങൾ മാത്രമല്ല അത് മുകളിൽ കണ്ടു ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ നേരം നിന്നിട്ടും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ശക്തിയിൽ തിരമാല അടിച്ചാൽ മാത്രമേ അങ്ങനെ വെള്ളം വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിനി വേറെയും സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. സമയം ഏതാണ്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വല്ല ഭക്ഷണവും കഴിച്ചിട്ട് ഇനി അടുത്ത യാത്ര ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി നല്ല ഹോട്ടൽ തപ്പി നടക്കുമായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല നല്ല ഷോപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ സീബ്ര ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ക്രോസ് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ നമുക്ക് നിർത്തിത്തരും. ഞാൻ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ലല്ലോ ഇവരിങ്ങനെ നിർത്തി തരുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കതൊന്നും ശീലമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ സീബ്ര ലൈനിൽ വണ്ടി നിർത്തി തരലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം കൂടെ നിന്നു വണ്ടികൾ പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് എന്നോട് കാണിച്ചു ഇങ്ങനെ പോകാൻ. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവിടെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തിത്തരും. അപ്പോൾ ഞാനിങ്ങനെ 1-2 ഷോപ്പുകളിലൊക്കെ കയറി എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റിയതുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇപ്പോൾ ആ കാണുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, അതിനൊക്കെ $40 ഉണ്ട്. $40 എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഏകദേശം ഒരു 2000-ന് മീതെ വരും. അങ്ങനെ എല്ലാത്തിനും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റൊക്കെ ആയിരുന്നു. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ എനിക്ക് പൊതുവേ ഓസ്ട്രേലിയ വന്നിട്ട് എനിക്ക് ഫുഡൊന്നും അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഫ്രൈസ് മാത്രം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് സീ ക്ലിഫ് ബ്രിഡ്ജാണ്. ഒരു സൈഡിൽ ക്ലിഫ്, മറ്റേ സൈഡിൽ സീ. അപ്പോൾ ഈ ക്ലിഫിനും സീക്കും ഇടയിലുള്ള ബ്രിഡ്ജിനെയാണ് കേട്ടോ സീ ക്ലിഫ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന ഓഷ്യൻ ഏതാണെന്നറിയോ? ഇത് പസഫിക് ഓഷ്യനാണ് കേട്ടോ. ജിയോഗ്രഫിയിൽ മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പസഫിക് ഓഷ്യൻ കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. ശരിക്കും ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതമായിരുന്നു എനിക്കിതൊക്കെ കാണാനായിട്ട്. പിന്നെ അവിടെ കുറേ ഡോൾഫിനൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെ നീന്തി കളിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ ഒരു 5-6 ഡോൾഫിനൊക്കെ ഇങ്ങനെ സ്വിം ചെയ്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ പോണ കണ്ടിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയായിരുന്നു കേട്ടോ ഈ ക്ലിഫും സീയും പിന്നെ ഈ ബ്രിഡ്ജും ഒക്കെ ആയിട്ട്. ആകെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കര ഈച്ചശല്യമായിരുന്നു ഇവിടെ. ഏതാണ്ട് നമ്മൾ ഈച്ചയെ പിടിക്കാനുള്ള ഒരു പേപ്പർ പോലത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈച്ചകളും അതുമ്മ വന്ന് ഒട്ടിയിരിക്കും. അതുപോലെയായിരുന്നു ഏതാണ്ട് ഇവിടെ നടന്നു പോകുന്ന എല്ലാവരുടെ മേത്തും കാണാനായിട്ട്. എല്ലാവരും നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം അവരുടെ ഡ്രസ്സിൻ്റെ ബാക്കിൽ പുറത്ത് മുഴുവൻ ഇങ്ങനെ ഈച്ചകൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ടാവും.
ഞങ്ങളുടെ ഡ്രസ്സിലും ഉണ്ടായിരുന്നിരിക്കാം, അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ ഡ്രസ്സിലും അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഈച്ച ശല്യമായിരുന്നു. അങ്ങനെ നല്ല കുറേ ഓർമ്മകളുമായിട്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.